ജന്മഭൂമി തുടങ്ങാനുള്ള സാഹചര്യം നിലവിലുള്ള പത്രങ്ങളെല്ലാം നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കെതിരായിത്തീരുന്നു. കോഴിക്കോട് സമ്മേളനം നടക്കുന്ന സമയത്ത് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനു മുമ്പ് ഗുരുവായൂരിലെ മണത്തല സമരം നടക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ജനപിന്തുണ ഉണ്ടായിരുന്നു, ആവേശം ഉണ്ടായിരുന്നു ആ സമരത്തിന്. അത് കഴിഞ്ഞ് അവിടെ തിരഞ്ഞെടുപ്പ് വന്നു. ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി മരിച്ച് അപ്പുമാഷോ മറ്റോ ആയിരുന്നു, അവിടെ പി.കെ. അപ്പു മറ്റോ ആയിരുന്നു സ്ഥാനാർത്ഥി. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പുതിയ തിരഞ്ഞെടുപ്പ് വന്നു. അവിടെ മത്സരിച്ചത് കെ. ദാമോദരനാണെന്നാണ് എൻ്റെ ഓർമ്മ, കമ്മ്യൂണിസ്റ്റ് നേതാവേ. അപ്പോൾ അവിടെ ഭരതേട്ടൻ നോമിനേഷൻ കൊടുത്തു. അവിടുത്തെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ, നമ്മുടെ മണത്തല സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും വിചാരിച്ചു ഇത്തവണ ജനസംഘമായിരിക്കും ജയിക്കുക, ഭരതേട്ടനായിരുന്നു സ്ഥാനാർത്ഥി, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. ഇലക്ഷൻ്റെ തലേന്ന് മാതൃഭൂമി പത്രത്തിൻ്റെ മെയിൻ ഹെഡിങ് ഗുരുവായൂർ മണ്ഡലത്തിൽ ജനസംഘം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്നായിരുന്നു. അതുകൊണ്ടാണ് ജനസംഘം ജയിക്കാത്തതെന്ന് പറയുന്നില്ല, പക്ഷേ ഇങ്ങനെയാണ് പത്രത്തിൻ്റെ, മാതൃഭൂമി പോലെയുള്ള ഒരു പത്രത്തിൻ്റെ സ്റ്റാൻഡ് ഇതാണ്. അപ്പോൾ പിന്നെ നമുക്കൊരു പത്രം ഉണ്ടായേ പറ്റുള്ളൂ എന്നായിരുന്നു രാമപിള്ളയുടെ അഭിപ്രായം. അങ്ങനെ രാമപിള്ള അതിനെപ്പറ്റി പലരോടും സംസാരിച്ചു. കോഴിക്കോട് ഏത് മീറ്റിംഗ്, ഇപ്പോൾ സംഘവും ജനസംഘത്തിൻ്റെ പ്രവർത്തകരൊക്കെ പങ്കെടുക്കുന്ന വീട്ടൊക്കെയാണെങ്കിലും ശരി, അതിലൊക്കെ രാമപിള്ള ഇത് പറയുമായിരുന്നു. കോഴിക്കോട് ജനസംഘ സമ്മേളനം വമ്പിച്ച വിജയമായി കഴിഞ്ഞ സമയത്ത് എല്ലാ പത്രങ്ങളും അതിനെ വളരെ പൊലിപ്പിച്ച് തന്നെയാണ് കൊടുത്തത്. അത്രയും ഒരു മാധ്യമ ശ്രദ്ധ വേറെ എങ്ങും പെട്ടിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ജനസംഘത്തിൻ്റെ സംസ്ഥാന സമിതി തലശ്ശേരിയിലാണ് കൂടിയത്. തലശ്ശേരി കൂടുന്ന സമയത്ത് ബാക്കി സാധാരണ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് ശേഷം നമുക്ക് നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ടൊരു ദിനപത്രം കൂടിയേ പറ്റുള്ളൂ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞ് ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. അതെല്ലാം കേട്ടു. അപ്പോൾ പരമേശ്വരജി പറഞ്ഞു, രാമപിള്ള പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്, അത് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു, പക്ഷേ അതിൻ്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് സൗകര്യം പോലെ ആലോചിച്ച് തീരുമാനിക്കാം, നടപടി എടുക്കാം എന്ന് പറഞ്ഞു. പിന്നെയും പോയി, അതങ്ങനെ നടക്കാതെ പോയി. ആ സമയത്ത് നമ്മുടെ എറണാകുളത്തുള്ള ഒരു KG വാദ്യാർ എന്നൊരു പഴയ സ്വയംസേവൻ ഉണ്ടായിരുന്നു. ഗുണഭട്ടൻ എന്നാണ് അയാളെ വിളിക്കാറുണ്ടായിരുന്നത്. രാഷ്ട്രവാർത്ത എന്ന് പറഞ്ഞൊരു സായാഹ്ന പത്രം ഇറക്കിയിരുന്നു. KG വാദ്യാർ പോയി ഇയാളെ കണ്ടിട്ട് ആ രാഷ്ട്രവാർത്ത അങ്ങോട്ട് മേടിച്ചു, അതിൻ്റെ അവകാശം. രാഷ്ട്രവാർത്ത എറണാകുളത്ത് നിന്ന് ഇറക്കാൻ തുടങ്ങി. അന്ന് കുമ്മനൻ്റെ ശേഖരൻ അവിടെ ജേർണലിസം പഠിക്കുകയാണ് ഭാരതീയ വിദ്യാഭവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞാൽ കുമ്മനം വന്നിട്ട് ഈ പത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കും. പിന്നെ വേറെ 1-2 പേര് അവിടെ എഴുതാനുമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പ്രസ്സിൽ അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രവാർത്തയാണ് ആദ്യം തുടങ്ങിയ പത്രം. അതിങ്ങനെ കുറേ കാലം പോയി. പിന്നെ അത് പോരാ, ശരിയായിട്ടുള്ളൊരു പത്രം തന്നെ വേണം എന്ന് ഉള്ള അഭിപ്രായം. രാഷ്ട്രവാർത്ത ഇവിടെ തുടങ്ങിയപ്പോൾ കോഴിക്കോട്ടിലുള്ള ആളുകൾക്ക് അത് ഒരു സ്വല്പം മോശമായി തോന്നി. എറണാകുളത്ത് തുടങ്ങിയതല്ല, കോഴിക്കോട്ട് നടക്കാത്തത്. കോഴിക്കോടാണല്ലോ സമ്മേളനമൊക്കെ നടന്നത്. അപ്പോൾ ദത്താത്രേയരാവ് പറഞ്ഞു, ഇതിന് പൈസ ഉണ്ടാക്കുന്നുള്ളതാണല്ലോ പ്രശ്നം, അപ്പോൾ നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ടൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആരംഭിക്കാം, എന്നിട്ട് അതിൻ്റെ പേരിൽ ഷെയർ കളക്ട് ചെയ്തിട്ട് ഷെയർ ഉണ്ടാക്കി നമുക്ക് പത്രം തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ദത്താത്രേയരാവ് പ്രൊമോട്ടറായിട്ട് ഒരു ലിമിറ്റഡ് കമ്പനി ആരംഭിച്ചു. അതാണ് മാതൃകാ പ്രേരണാലയം. ആലോചിച്ചതിന് ശേഷം അത് ആരംഭിച്ചു. അതിന് പരമേശ്വരി സമ്മതം കൊടുത്തു. അങ്ങനെ പത്രം കോഴിക്കോട്, അപ്പോൾ അത് കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ജനസംഘത്തിൻ്റെ കണ്ണൂർ സമ്മേളനം ആയിരുന്നു. ആ കണ്ണൂർ സമ്മേളനം കഴിഞ്ഞപ്പോൾ ഇനി മുതൽ ജനസംഘത്തിൻ്റെ സംഘടനാ ചുമതലയിൽ നിന്ന് അത് മാറ്റിയിട്ടില്ല. അതേ സമയത്ത് ഈ ജന്മഭൂമി എന്ന് പേര് കിട്ടിയിട്ടില്ല, എന്ന് പത്രം തുടങ്ങാനുള്ള ചുമതല ഏറ്റെടുക്കണം. അതിന് ഇതിലെ ഷെയർ കളക്ഷനും ഒക്കെ ആയിട്ടുള്ള പരിപാടികളുമായിട്ട് ഞാൻ പോകണം എന്ന് പരമേശ്വരജി ആവശ്യപ്പെട്ടു. അതിനിടയിൽ എറണാകുളത്ത് നമ്മുടെ KG വാദ്യാരുടെ വീട്ടിൽ വെച്ച് പരമേശ്വരജി, രാജേട്ടൻ, ഹരിയേട്ടൻ, ഭാസ്കർ റാവു, അന്ന് ജനസംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സുന്ദർ സിംഗ് ഭണ്ഡാരി, പിന്നെ രാമപിള്ളയും ഞാനും, ഇത്രയും പേര് വാദ്യാർജിയുടെ വീട്ടിലിങ്ങനെ ഒരുമിച്ച് കൂടി അവിടെ വെച്ച് ഈ പത്രത്തിൻ്റെ കാര്യം ചർച്ച ചെയ്തു. പത്രത്തിൻ്റെ കാര്യം ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ചു അവിടെ വെച്ച്. ഞാനാണത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജന്മഭൂമി തുടങ്ങാനുള്ള ചുമതല എൻ്റെ തലയിൽ വന്നത്. പിന്നെ ജന്മഭൂമി എന്നുള്ള പേരൊന്നും അന്ന് കിട്ടിയിട്ടില്ല. നമ്മൾ പല പേരുകളും ആലോചിച്ചു. അന്നെന്തോ ഒരു വിളംബരം എന്നോ കാഹളം എന്നോ പറഞ്ഞിട്ട് ഒരു പേര് കിട്ടി. അങ്ങനെ പേരിൽ തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൃശ്ശൂരിൽ നിന്ന് ധർമ്മപാലൻ ഒരു സ്വയംസേവനുണ്ട് അവിടെ, ജനസംഘത്തിൻ്റെ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. അയാൾ ഫോൺ ചെയ്തു, ഇങ്ങനെ
അവിടെ ജന്മഭൂമി എന്നൊരു പേപ്പർ, ഒരു വാരിക പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു രാജേന്ദ്രൻ, ആ രാജേന്ദ്രൻ ആണ് അതിൻ്റെ ഉടമസ്ഥൻ. അയാളുടെ അച്ഛൻ ഒരു പൊതുവാളുണ്ടായിരുന്നു. ആ പൊതുവാളാണ് നടത്തിയിരുന്നത്. പൊതുവാളിൽ എടുക്കുന്ന മകൻ വാങ്ങിയോടുകൂട്ട് അത് ഒരു അശ്ലീല പ്രസിദ്ധീകരണമാണ്. അത് കയ്യിൽ ആരുടെയെങ്കിലും കൈ കണ്ട അയക്ക് തല്ല് കിട്ടുമെന്നുള്ള പ്രസിദ്ധീകരണമായിരുന്നു. അപ്പോൾ ആ രാജേന്ദ്രൻ അത് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ഒരു സ്വയംസേവൻ ഫോൺ ചെയ്തു. അപ്പോൾ ഞാനും ഗതാഗത റാവും കൂടെ തൃശ്ശൂരിൽ വന്നു. തൃശ്ശൂരിൽ വന്നിട്ട് ഈ രാജേന്ദ്രനെ കണ്ടു. അയാൾക്ക് ജന്മഭൂമിയിലുള്ള അവകാശങ്ങളെല്ലാം, ആ പേര്, ആ ടൈറ്റിൽ ഒരു രജിസ്റ്റേർഡ് ആധാരം വഴി അത് നമുക്ക് തന്നു. ദത്താത്രേയ റാവു മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള നിലയിൽ അത് ഏറ്റുവാങ്ങി. ഞാനാണ് സാക്ഷി, ധർമ്മപാലൻ സാക്ഷി. പിന്നെ ആ ജന്മഭൂമിയുടെ വകയായിട്ട് എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതും തരണമെന്ന് പറഞ്ഞപ്പോൾ ആ ജന്മഭൂമിയിൽ നിന്ന് പ്രിൻ്റ് ചെയ്തൊരു ബോർഡ് അതുണ്ടായിരുന്നു, അതും തന്നു. അതിൻ്റെ എല്ലാ കടലാസുകളും നമ്മളെ ഏൽപ്പിച്ചു. നമ്മളത് തൃശ്ശൂരിൽ നിന്ന് വാങ്ങി നേരെ കോഴിക്കോട് പോയി. പിന്നെ അതിൻ്റെ ബാക്കി പ്രൊസീഡിങ്സൊക്കെ നടത്തി സായാഹ്ന പതിപ്പായിട്ട് തുടങ്ങാം തൽക്കാലം, പിന്നെ നമുക്ക് പ്രഭാത പതിപ്പാക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് കോഴിക്കോട്ട് നിന്ന് സായാഹ്ന പതിപ്പായിട്ട് തുടങ്ങിയത്. സായാഹ്ന പതിപ്പായിട്ട് തുടങ്ങി 2 മാസത്തിൽ, ഏപ്രിലിൽ തുടങ്ങി ജൂലൈ 2-ാം തീയതി വരെ ഓടി. ഏപ്രിൽ അവസാനം ഞങ്ങളുണ്ടാവും തുടങ്ങിയത്. അതിന് കോഴിക്കോട്ട് നിന്നുണ്ടായിരുന്ന പുത്തൂർമഠം ചന്ദ്രൻ ഇപ്പോൾ മാതൃഭൂമിയിലാണ്. മാതൃഭൂമിയിലില്ല, മാതൃഭൂമിയിൽ നിന്നും മാറി. എങ്കിലും പി വി ചന്ദ്രന് വേണ്ടിയിട്ട് ലേഖനങ്ങളും ഒക്കെ പ്രശ്നമൊക്കെ എഴുതുന്ന ചന്ദ്രൻ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ ചന്ദ്രൻ അന്ന് ഈ കോപ്പറേറ്റീവ് കോളേജിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ചന്ദ്രനെ വിളിച്ചുകൊണ്ട് വന്ന് ചന്ദ്രനെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചു. പിന്നെ പ്രിൻ്ററും പബ്ലിഷറുമായിട്ട് ദത്താത്രേയ റാവു ഉണ്ട്. അതിൻ്റെ ഒരു മാനേജർ എന്നുള്ള നിലയായിരുന്നു ആ സമയത്ത് എനിക്കുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വേറൊരു വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തകൻ ഉണ്ടായിരുന്നു, രാമചന്ദ്രൻ എന്ന് പറഞ്ഞ്. അയാൾ നാദാപുരത്തിനടുത്ത് കക്കട്ടിലാണ് അയാളുടെ വീട്. കക്കട്ടിൽ രാമചന്ദ്രൻ എന്നാണ് അയാളെ പറയാറുള്ളത്. അവിടുത്തെ മട്ടന്നൂർ കോളേജിലെ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. കക്കട്ടിൽ രാമചന്ദ്രൻ്റെ പേര് കേട്ടാൽ അവിടുത്തെ SFIക്കാരൊക്കെ വിറയ്ക്കുമായിരുന്നു. അങ്ങനത്തെ ഒരാളായിരുന്നു. പിന്നെ PVK നെടുങ്ങാടി കണ്ണൂരാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ പത്രമൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അവരുടെ ചെറുപ്പുളശ്ശേരിയിൽ അവരുടെ നാട്ടിലേക്ക് മടങ്ങാനുള്ള ആലോചനയിലായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ അദ്ദേഹത്തിനെ പോയി ക്ഷണിക്കാം എന്ന് പറഞ്ഞ് നേരത്തെ KG മാരാരോട് പറഞ്ഞു. മാരാർ അദ്ദേഹത്തെ കണ്ടിട്ട് കാര്യം പറഞ്ഞു. പിന്നെ ഞാൻ പോയി അദ്ദേഹത്തെ കണ്ട്, അപ്പോൾ കോഴിക്കോട് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാം എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിന് പൈസ കൊടുക്കേണ്ടതിനെക്കുറിച്ചൊക്കെ നമ്മൾ തീരുമാനം എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ വരാൻ തയ്യാറായി. അങ്ങനെ നെടുങ്ങാടി കോഴിക്കോട്ട് വന്നു. അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടിയിട്ടാണ് കടപ്പുറത്തുള്ള ആ കോർപ്പറേഷൻ ഓഫീസിൻ്റെ അപ്പുറത്ത് ഉള്ള അലങ്കാര ലോഡ്ജിൽ 2 മുറി എടുത്തത്. അതിൻ്റെ ഉടമസ്ഥൻ അനന്തയ്യ ഗൗണ്ടൻ എന്ന് പറയുന്ന വയനാട്ടിലെ നമ്മുടെ പഴയ ആളുടെ മകനായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് അനന്തയ്യ ഗൗണ്ടനെ കണ്ടു. ഇങ്ങനെ നമുക്കൊരാവശ്യമുണ്ട്, പത്രം തുടങ്ങാൻ പോവാണ്. അദ്ദേഹം പത്രത്തിന് ഷെയർ എടുത്ത ആൾ തന്നെയാണ്. അപ്പോൾ ഈ ഹോട്ടലിൽ, അവരുടെ അലങ്കാര ലോഡ്ജിൽ നമുക്ക് 2 മുറി വാടകയ്ക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മുറി വേണമെങ്കിൽ എടുത്തോളൂ, വാടകയൊന്നും തരണ്ട, എത്ര നാൾ വേണമെങ്കിലും അവിടെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ മുറി 2 എടുത്ത്. ഒരെണ്ണത്തിൽ ഞാൻ താമസിച്ചു, ഒരെണ്ണത്തിൽ നെടുങ്ങാടിക്ക് കൊടുത്തു, ഒരെണ്ണം ഞാനും രാമചന്ദ്രനും താമസിച്ചു. രാമചന്ദ്രൻ കക്കട്ടിൽ നിന്ന് അവിടെ വരണ്ടേ. പുത്തൂർമഠം ചന്ദ്രൻ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് വരും. പുത്തൂർമഠത്തിൽ നിന്ന് അവിടെ വരാൻ സിറ്റി ബസ് ഉണ്ടല്ലോ. അങ്ങനെ അവിടെ ജന്മഭൂമി തുടങ്ങി. എന്നിട്ട് ഈ കേസരിയുടെ ഓഫീസിനടുത്ത് അവരുടെ കമ്പോസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ജയഭാരത് ബുക്ക് സ്റ്റാളുണ്ട്. അവിടെ ആ ബുക്ക് സ്റ്റാളിൻ്റെ പുറകിലൊരു കുറേ സ്ഥലം ഉണ്ട്. അവിടെ ഒരു മേശയും കസേരയൊക്കെ ആയിട്ട് നെടുങ്ങാടിക്ക് അവിടെ സ്ഥാനം ഇട്ടു. അതിന് അടുത്ത് തന്നെ രാമചന്ദ്രനും ഉണ്ടായിരുന്നു. അങ്ങനെ അവരാലോചിച്ച് കാര്യങ്ങളൊക്കെ നിശ്ചയിക്കും. പിന്നെ ഒരു റേഡിയോ വാങ്ങിക്കൊടുത്തു അവിടെ. അപ്പോൾ ഉച്ചയ്ക്കുള്ള പ്രാദേശിക വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ ഒരുവിധം വാർത്തകളൊക്കെ അതിൻ്റെ അകത്ത് വരും. സാമാന്യം അന്ന് ഈ റേഡിയോയുടെ വാർത്ത വളരെ പോപ്പുലറായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് അടിയന്തരാവസ്ഥയും ജയിലും ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങണമായിരുന്നു പത്രം. അപ്പോൾ വീണ്ടും തുടങ്ങേണ്ട അതിൻ്റെ നൂലാമാലകൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ പോയി ന്യൂസ് പേപ്പർ രജിസ്ട്രാർ ഓഫീസിൽ ആണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നേരെ ഡൽഹിയിൽ പോയിട്ട് അഡ്വാനിജിയെ കണ്ടു. അഡ്വാനിജിയാണ് വകുപ്പ് മന്ത്രി. അദ്ദേഹം പാലക്കാട്ടുകാരനൊരു സ്വാമിയുണ്ട് അവിടുത്തെ ഓഫീസ്, അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. സ്വാമിയായിട്ട് ഞങ്ങൾ ന്യൂസ് പേപ്പർ രജിസ്ട്രാറുടെ ഓഫീസിൽ പോയി. ഓഫീസിൽ പോയ സമയത്ത് നമ്മൾ കൊടുത്ത ജന്മഭൂമി എന്നുള്ള പേര് റിജക്റ്റ് ചെയ്തെന്നുള്ള വിവരം കിട്ടിയിരുന്നു. എന്താണ് റിജക്റ്റ് ചെയ്യാൻ കാരണം എന്ന് അന്വേഷിച്ച സമയത്ത് അതേ പേരിൽ തിരുവനന്തപുരത്ത് നിന്ന് മുസ്ലിമിൻ്റെ പേരിൽ രജിസ്ട്രേഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ രജിസ്ട്രേഷനുള്ള സമയത്ത് വേറൊരു പത്രം കൊടുക്കാൻ പറ്റില്ല. ഗുജറാത്തിലൊരു ജന്മഭൂമി പത്രമുണ്ട്. അത് നമ്മൾ കൊടുത്തത് BHOOMI എന്നാണ്. ഗുജറാത്തിലെ പത്രവും അത് തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ BHUMI എന്ന് കൊടുത്താൽ
നിങ്ങൾക്ക് കരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ജന്മഭൂമി എന്നുള്ള പേര് കളയാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ചെയ്തു. അപ്പോൾ ഈ മറ്റേ ജന്മഭൂമിയുടെ അവകാശം നമ്മൾ മേടിക്കണമല്ലോ. അപ്പോൾ ഞാൻ അവിടുന്ന് തന്നെ രാമപിള്ള സാറിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഗതിയുണ്ട്. അപ്പോൾ അയാളുടെ അടുക്കന്ന് ആ പത്രത്തിൻ്റെ അവകാശം നമ്മൾ മേടിച്ചാൽ നമുക്ക് ജന്മഭൂമി എന്നുള്ള പേരിൽ തുടങ്ങാൻ സാധിക്കുമെന്ന് പറഞ്ഞു. രാമപിള്ള അവിടെ തിരുവനന്തപുരത്ത് വള്ളക്കടവിലോ അവിടെ എവിടെയാണ് അയാളുടെ വീട്. അവിടെ പോയി അയാളെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ വേണ്ടി വന്നാൽ ഒരു ഭീഷണിയൊക്കെ കൊടുക്കാം എന്നെല്ലാം പറഞ്ഞാണ് പോയത്. അവിടെ ചെന്ന് അയാൾ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും, ഞാൻ പേരൊക്കെ തരാം, പക്ഷേ എന്തെങ്കിലും ചില്ലറ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. എന്തോ 1000 രൂപയോ മറ്റോ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1000 രൂപ കൊടുത്തിട്ട് അത് ആധാരം രജിസ്റ്റർ ചെയ്ത് മേടിച്ചു രാമപിള്ളയുടെ പേരിൽ. മേടിച്ചിട്ട് പിന്നെ എറണാകുളത്ത് വന്നു. എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ പേര് മാതൃകാ പ്രകടനാലയത്തിൻ്റെ ഉടമസ്ഥതയിലേക്ക് മാറ്റി. അപ്പോൾ അതിൻ്റെ പ്രിൻ്ററും പബ്ലിഷറും എന്നുള്ള നിലയ്ക്ക് ഞാനും ഉടമസ്ഥത, ആ ഉടമസ്ഥന്മാർക്കൊരു കുളമുണ്ടല്ലോ, അത് മാതൃകാ പ്രകടനാലയത്തിനുമാക്കി മാറ്റി. അങ്ങനെ അതിൻ്റെ നമുക്ക് ആ ഭാഗം ക്ലിയറായി കിട്ടി. പിന്നെ പത്രം കൊണ്ട് തുടങ്ങി, അത്രയേ ഉള്ളൂ.